ഹായ് ഹലോ. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇനി നമ്മൾ പഠിച്ച പോലെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്നത് പോലെയല്ല നാളെ പഠിക്കേണ്ടത് എന്നുള്ള രീതിയിലൊക്കെയുള്ള പുതിയ വാർത്തകൾ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള വിദ്യാഭ്യാസ വകുപ്പ് പുതിയ പാഠപദ്ധതിയും അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള കുറേ വിദ്യാഭ്യാസ മേഖല അട്ടിമുടി മാറ്റങ്ങളുമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഇനി വരുന്ന നാളുകൾ നമുക്കറിയാം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന നമ്മുടെ ഹിജാബ് പ്രശ്നം ഉൾപ്പെടെയുള്ള നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നടന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വളരെ എന്താ പറയുക, നടന്നു പോകുന്നതാണ്. അതിൽ രണ്ട് ഭാഗത്തു നിന്ന് ഇപ്പോൾ മാനേജ്മെൻറ്റ് ഒരു കുട്ടിയോട് ഹിജാബ് ധരിക്കില്ലെന്നോ അത് അവരുടെ റൂൾസിന് എതിരാണെന്നോ അല്ലെങ്കിൽ ഹിജാബ് ധരിക്കുന്നത് അല്ലെങ്കിൽ തട്ടമിടുന്നത് ഞങ്ങളുടെ അവകാശമാണ് എന്നുള്ള രീതിയിലൊക്കെ ആ കുട്ടി പ്രതികരിച്ച് ആ കുട്ടിയുടെ ഫാമിലിയും കുറച്ച് പേരൊക്കെ പുറത്തുനിന്നൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു നിസ്സാരമായിട്ടുള്ള മൈന്യൂട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്ത് തീർക്കാവുന്ന പ്രശ്നങ്ങളൊക്കെ ഈ ഒരു സമൂഹത്തിലോട്ട് വലിച്ചടിച്ച് അതെന്തോ ഒരു എന്താ പറയുക, ഒരു വലിയൊരു കാര്യമായിട്ട് വലിയ ചർച്ചയ്ക്ക് അത് ന്യൂസൊക്കെ അതിനെ ഭയങ്കരമായിട്ട് റിപ്പോർട്ട് ചെയ്ത് വലുതാക്കി കാണിക്കുന്നുണ്ട്. അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഈ ഓരോ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളിലോട്ടൊക്കെ അത് വരികയും അത് മുതലെടുത്ത് ആ രീതിയിലുള്ള ഒരു വോട്ടിംഗ് ബാങ്ക് അവർ രൂപീകരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിലെ പിന്നിലുള്ള ഒരു സത്യം. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഓരോ സ്കൂളുകൾ അവരവരുടെ മാനേജ്മെൻറ്റുകളുള്ള സ്കൂളുകൾ ഒരു ജനാധിപത്യ മര്യാദ കീപ്പ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ അവിടെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ വിദ്യാഭ്യാസം ഞങ്ങൾ പഠിക്കുന്നു എന്നുള്ള ഒരു ബോധത്തോടെ തന്നെ പോയി ആ ഒരു രീതിയിലൊക്കെ ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഈ ഒരു ഹിജാബിൻ്റെ വിഷയം വന്നപ്പോൾ തന്നെ എൻ്റെ ചെറുപ്പകാലത്ത് ഒരു SLC ടൈമിൽ നടന്നൊരു കാര്യം ഞാൻ പറയാം. അന്നത്തെ സമയത്ത് ഈ ഒരു സ്കൂൾ കാറ്റഗറി ഓരോ കോമ്പറ്റീഷനുള്ള ടൈമാണ് സ്കൂളുകൾ തമ്മിൽ. അപ്പം 100% വിജയം എന്തായാലും SLCക്ക് 100% വിജയം കിട്ടുക എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി സ്കൂളുകൾ എക്സ്ട്രാ ട്യൂഷൻ ഒക്കെ സംഘടിപ്പിച്ചിരുന്നു. 10ാം ക്ലാസ്സിൽ മാത്സ് ഇംഗ്ലീഷ് അതാണ് ഏറ്റവും പാടുള്ള വിഷയം കുട്ടികൾക്ക്. അതുകൊണ്ട് അതിനൊരു ചെറിയ എമൗണ്ട് അവർ ഈടാക്കിക്കൊണ്ട് അവർ ആ ഒരു ട്യൂഷൻ കൊടുത്തിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ രീതിയിലാണ് 100% വിജയത്തിലോട്ട് ഈ ഒരു സ്കൂളുകൾ എത്തിയിരുന്നത്. അപ്പോൾ അതിൻ്റെ പുറമെ തന്നെ ഞാൻ ഈ ഹിജാബിൻ്റെ വിഷയം വന്നുകൊണ്ട് പറയുകയാണ്, അവിടെയും ഇങ്ങനെ ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഏത് ചർച്ചിൻ്റെ കീഴിലുള്ള സ്കൂളാണോ ആ ഒരു ചർച്ചിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ബിഷപ്പ് അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹം മേടിച്ചിട്ട് SLC എഴുതുക എന്നുള്ള ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോയെന്നൊന്നും അറിയില്ല അവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതൊരു തെറ്റായ കാര്യമായിട്ട് പറയുന്നതല്ല, അങ്ങനെ ഒരു സംഭവം എൻ്റെ ഒരു അനുഭവത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയാൻ വന്നതാണ്. അങ്ങനെ SLCയുടെ ടൈമായപ്പോൾ ഞാനും ഈ ഒരു ചർച്ചിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഞങ്ങൾ കുട്ടികളെല്ലാം കൂടെ ലൈൻ ബൈ ലൈനായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് ഇതിൽ താല്പര്യമില്ല, കാരണം ഞാനൊരു പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗത്തിൽപ്പെടുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇങ്ങനെ പറയാനൊരു ടീച്ചറിനോട് ഇത് തുറന്ന് പറയാനൊരു പേടി അല്ലെങ്കിൽ ചമ്മൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, കാരണം കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഇത് പറയണല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ തൊട്ടുപുറയിലുള്ള